ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ രണ്ടാം തവണയാണ് ഞാനിപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് സന്ദർശിക്കുന്നത്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് 2.5 വർഷക്കാലം പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള അവസരം ലഭിച്ചു. ഇപ്പോഴത്തെ വി ഡി സതീശൻ ഗവൺമെൻറ്റിലാണ് ഇപ്പോൾ വീണ്ടും ആഭ്യന്തരമന്ത്രിയായി ഞാൻ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ന് ഇവിടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് കേരളത്തിലെ SP-മാർ മുതൽ മുകളിലോട്ടുള്ള എല്ലാ ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ യോഗമാണ് ഇന്ന് ചേർന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തത്. എല്ലാ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകളെയും കാര്യങ്ങളിൽ സമൂലമായ മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് മാറി ചെന്ന് കടന്നാലും അവർക്ക് ആദ്യം ഗുഡ് മോർണിംഗ് പറയും, നമസ്കാരം പറയും, അവരെ സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കുന്നത്. എല്ലാ പോലീസ് സ്റ്റേഷനുകളും വൃത്തിയായി സൂക്ഷിക്കാൻ ഉള്ള നടപടികൾ ആരംഭിക്കും. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ, വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ഡിസ്പോസ് ചെയ്യാനുള്ള പോലീസ് ആക്ട് പ്രകാരമുള്ള നടപടികൾ DGP സ്വീകരിക്കുന്നതാണ്. ചുരുക്കത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലും കാര്യക്ഷമമായ മാറ്റമുണ്ടാകും. പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഏതൊരു വ്യക്തിയെയും കുറ്റവാളിയായിട്ടല്ല കാണുന്നത്. അവർക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സമചിത്തതയോടെ കേൾക്കാനും അത് പരിഹരിക്കാനും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്നവരെ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ പ്രത്യേകിച്ചും പോലീസ് സ്റ്റേഷനുകൾ ജനസേവാ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കും കേരള പോലീസ് ഇനി മുതൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ SI, നേരത്തെ പോലീസ് സ്റ്റേഷനിൽ SI ആയിരുന്നു ചുമതലക്കാരൻ. പിന്നീടത് മാറി CI ആയി മാറി. SIക്കുള്ള സ്റ്റേഷൻ്റെ അധികാരം നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഇനി മുതൽ സ്റ്റേഷനിലേക്ക് SIമാരും CIമാരും DYSPമാരും ഉണ്ടാകണമെന്നൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അത് പഠിക്കാൻ ADGP ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു 5-അംഗ ടീമിനെ ഇന്ന് DGP നിയോഗിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയാൽ അതിനനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകും. അതുപോലെ തന്നെ സ്കൂളുകൾ ജൂൺ 1 മുതൽ തുറക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വ്യാപകമായ തോതിലുള്ള മയക്കുമരുന്നിൻ്റെ പ്രചരണം ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലുമുള്ള കുട്ടികളെയാണ് അവർ പരമാവധി ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ആ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടാകണം. നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന ഏത് ഒരു വിവരവും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ അതിനനുസരിച്ചുള്ള ശക്തമായ നടപടി ഉണ്ടാകും. പ്രധാനമായും ഈ മയക്കുമരുന്ന് കേന്ദ്രങ്ങളുടെ ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളായാണ് മുൻതൂക്കം നൽകുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നവർ, മയക്കുമരുന്നിൻ്റെ സോഴ്സ്, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരെയെല്ലാം കേരള പോലീസ് നിരീക്ഷണത്തിലാക്കുകയും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് ഒരു വൻ വിജയമാക്കാൻ
മാധ്യമപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സഹായം ഞങ്ങൾ തേടുകയാണ്. കാരണം ഇത് നമ്മുടെ ഭാവി തലമുറയെ കരുതിയുള്ള ഒരു വലിയ ഓപ്പറേഷനാണ് കേരള പോലീസ് ഉടനടി ആരംഭിക്കുന്നത്. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇത് ആരംഭിക്കും. അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളുമാണ് വിശദമായ ഒരു പ്രോജക്റ്റ് തന്നെ തയ്യാറാക്കി ആരംഭിച്ച് മുന്നോട്ട് പോകുന്നത്. അതിന് എല്ലാവരുടെയും സഹായം ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇത് മറ്റ് സംസ്ഥാനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങൾ എല്ലായിടത്തും ഇതിൻ്റെ വേരുകളുണ്ട്. ആ വേരുകൾ കണ്ടെത്താൻ നമ്മുടെ കേരള DGP മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാരുമായും ബന്ധപ്പെടും. അങ്ങനെ ബന്ധപ്പെട്ട് അവരുടെ എല്ലാവരുടെയും ഒരു സഹായവും കോർഡിനേഷനും ഈ കാര്യത്തിൽ ഉണ്ടാകും. പ്രധാനമായും ഈ കെമിക്കൽ നർക്കോട്ടിക്സ് കടന്നു വരുന്ന സ്ഥലങ്ങളുണ്ട്, ആ സിന്തറ്റിക് നർക്കോട്ടിക്സ് വരുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹൈബ്രിഡ് ഗഞ്ച വരുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം DGP അവിടുത്തെ ആ സംസ്ഥാനങ്ങളിലെ DGPമാരുമായി ബന്ധപ്പെട്ട് ഒരു കോർഡിനേറ്റഡ് എഫർട്ട് ഉണ്ടാകും. മറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ രേഖപ്പെടുത്തുന്നത് പോലീസിന് രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആര് ഈ ഡ്രഗുകൾ വിൽപ്പന നടത്തുന്നു, പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു, അവരുടെ മേൽ കർശനമായ നടപടി ഉണ്ടാകും. ശക്തമായ പോലീസ് നടപടി ഉണ്ടാകും. ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിൽ ഉണ്ടാകില്ല. സ്കൂളിൻ്റെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകളെ കർശനമായി പോലീസ് നിയമപരമായി നേരിടും. ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ആളുകളും ഉപയോഗിക്കുന്ന ആളുകളെയും ശക്തമായി തന്നെ പോലീസ് നേരിടാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. അത് 5 സ്റ്റാർ ഹോട്ടലിലാണെങ്കിലും DJ പാർട്ടികളിലാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ കായലുകളിലും കടലിലുമൊക്കെ പോയി പാർട്ടികൾ നടത്തുന്നവരാണെങ്കിൽ അവിടെയെല്ലാം പോലീസിൻ്റെ ശ്രദ്ധയുണ്ടാകും. ഒരു കാരണവശാലും നാർക്കോട്ടിക്കിൻ്റെ ഉപയോഗവും വിതരണവും വിൽപ്പനയും കേരളത്തിൻ്റെ 4 അതിരുകളിൽ അനുവദിക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെയാണ് കേരള പോലീസ് മുന്നോട്ട് പോകുന്നത്. മൂന്നാമത്തെ കാര്യം പറയാനുള്ളത്, ഞങ്ങൾ പോലീസ് സേന ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ജനസൗഹൃദമാണ്. അതുപോലെ തന്നെ നിയമങ്ങൾ ലംഘിക്കുന്ന ആളുകളും നിയമത്തെ വെല്ലുവിളിക്കുന്ന ആളുകളെയും വെറുതെ പോലീസിന് വിടാൻ കഴിയില്ല. ജനങ്ങളുടെ സുരക്ഷിതത്വവും ജനങ്ങളുടെ സംതൃപ്തമായ ജീവിതവും ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം കേരള പോലീസിനുണ്ടാകും. അത് 100% അത് നടപ്പാക്കാനുള്ള തീരുമാനം തന്നെയാണ് ഉള്ളത്. കുട്ടികളും സ്ത്രീകൾക്കുമെതിരായി ഉയർന്നു വരുന്ന അതിക്രമങ്ങൾ അത് ഗൗരവത്തോടെ തന്നെ കാണും. പല ജോലി സ്ഥലങ്ങളിലും അല്ലാതുള്ള സ്ഥലങ്ങളിലും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. കുട്ടികൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനെ ഗൗരവപൂർവ്വം വീക്ഷിച്ചുകൊണ്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കാനും അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷൻ എന്ന നിലയിൽ അത് കൺവിക്ഷനിലേക്ക് എത്തിക്കാനുമുള്ള സത്വര നടപടികളായിരിക്കും പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ ശക്തിപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പ്രധാനമായും ജനമൈത്രി പോലീസ് ശക്തിപ്പെടുത്താനും സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം ജനമൈത്രി പോലീസിലൂടെ ജനങ്ങളുടെ സഹകരണത്തോടെ കുറ്റകൃത്യങ്ങൾ കുറച്ചുകൊണ്ടുവരാനും അതുപോലെ തന്നെ പുതിയ തലമുറയെ ഈ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ട്രാഫിക് അപകടങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണ്. ആ ട്രാഫിക് അപകടങ്ങൾ കുറച്ചുകൊണ്ടുവരാൻ പുതിയ ആപ്പുകളും പുതിയ IT സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് ഞങ്ങൾ പുറത്തുവിടുന്നതാണ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ജനങ്ങളുടെ സുരക്ഷിതത്വ റോഡുകൾ ഉറപ്പുവരുത്താനും വേണ്ടി വന്നാൽ PWDയുമായി കൂടി സംസാരിച്ച് ഈ കാര്യത്തിൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് ട്രെയിനിങ് അതൊരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്തത്. പോലീസ് അക്കാഡമിയിൽ നടക്കുന്ന ട്രെയിനിങ്ങിൽ സിലബസുകൾ പരിഷ്കരിക്കാനും കൂടുതൽ പോലീസിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പോലീസിൻ്റെ ദൗത്യം
പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പരിശീലനം നൽകാനുമുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് സൈബർ ക്രൈമുകൾ വർദ്ധിക്കുകയാണ്. ആധുനിക കാലഘട്ടത്തിലെ ഈ സൈബർ ക്രൈമുകളെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിനാവശ്യമായ സംവിധാനങ്ങൾ ഇന്ന് കുറവുണ്ട്. പോലീസ് അംഗങ്ങളുടെ കുറവുണ്ട്. ടെക്നോളജി പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായി ഉപയോഗിക്കാനുള്ള സാങ്കേതികമായ പല പരിമിതികളുമുണ്ട്. ആ പരിമിതികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് സൈബർ ക്രൈമുകളുടെ കാര്യത്തിൽ പ്രത്യേകമായ നടപടികൾ സ്വീകരിക്കും. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ഇന്ന് സൈബർ ക്രൈംസാണ് ഏറ്റവും കൂടുതൽ. ലോൺ ആപ്പുകൾ, അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആളുകളെ ആക്ഷേപിക്കുന്നത്, കുടുംബങ്ങളിൽ കലഹമുണ്ടാക്കുന്നത്, വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ സൈബർ ഇടങ്ങളിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള ധാരാളം സൈബർ ക്രൈമുകൾ ഇന്ന് കേരളത്തിൽ ഇന്ത്യയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള പോലീസ് അതിനെ ഗൗരവമായി എടുത്തുകൊണ്ട് സൈബർ ക്രൈംസുകൾ തടയാൻ ഉള്ള നടപടികൾ ചെയ്യുക. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ ആക്ഷേപിക്കുന്ന പ്രവർത്തനം, അപമാനിക്കുന്ന പ്രവർത്തനം വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ്. അതുപോലെ തന്നെ സോഷ്യൽ ഡിവൈഡ്, കമ്മ്യൂണലായിട്ടുള്ള ഡിവൈഡ് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള രീതി കണ്ടുവരുന്നുണ്ട്. സൈബർ ഇടങ്ങളിൽ സമൂഹത്തിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ നടത്തുന്ന നീക്കങ്ങൾ, സ്വഭാവഹത്യ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ലൈംഗികമായ ചൂഷണത്തിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, ഇതെല്ലാം ഗൗരവമായി പോലീസ് കാണും. ഞങ്ങളിന്നത് ചർച്ച ചെയ്തപ്പെട്ട ഒരു വിഷയമാണ്. സൈബർ ക്രൈമുകളുടെ കാര്യത്തിൽ കൂടുതൽ ശക്തമായ നിയന്ത്രണവും നടപടികളും ഉണ്ടാകും. അവസാനമായി എനിക്ക് പറയാനുള്ളത്, കേരള പോലീസിനെ കൂടുതൽ ശക്തിപ്പെടുത്താനും പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും പോലീസ് സ്റ്റേഷനുകളിൽ ജനങ്ങൾക്ക് നിർഭയം കടന്നു ചെല്ലാൻ കഴിയത്തക്ക നിലയിലുള്ള സംവിധാനം ഉണ്ടാക്കാനുമാണ് ഇന്നത്തെ ഞങ്ങളുടെ യോഗം തീരുമാനിച്ചത്. വരട്ടെ, അത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ ഇപ്പോഴത്തെ ഓപ്പറേഷൻ തൂഫാനാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. സൈബർ ഹണ്ട്, നർക്കോട്ടിക് ഹണ്ട്, ഓപ്പറേഷൻ തൂഫാൻ നർക്കോട്ടിക് ഹണ്ടിനാണ് ഇപ്പോൾ പ്രാധാന്യം. മറ്റത് പറ്റും നമുക്ക് ആലോചിക്കാം. അതിന് കുറച്ച് ഇത് ചെയ്യാൻ കുറച്ച് പ്രിപ്പറേഷൻ വേണ്ടി. തീർച്ചയായിട്ടും ഞങ്ങളിനി അതിൻ്റെ അടുത്ത ഭാഗമാണതല്ലേ. ഇപ്പോൾ ഞങ്ങൾ കേരള പോലീസിൻ്റെ അടുത്തൊരു തീരുമാനമാണ്, എക്സൈസുമായും വിദ്യാഭ്യാസ വകുപ്പുമായും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. അവരുടെ എല്ലാ സഹായം വേണ്ടി വരരുത്. അത് അടുത്ത ഘട്ടമാണ്, അത് ചെയ്യും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിനകത്തിൽ അന്ന് നവകേരള യാത്രയ്ക്ക് ഇടയിലുണ്ടായ സംഭവം വളരെ നിർഭാഗ്യകരമായി. ആളുകളെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി അടിക്കുന്ന സംഭവം, അതിനെപ്പറ്റി ഒരു SIT അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നാൽ അതിന് അനുസരിച്ച് എന്താ നിയമപരമായി എന്ത് ചെയ്യണമെന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നാൽ കുറ്റക്കാരെ ഒരു കാരണവശാലും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല, ആരായാലും. അല്ല, ഇത്തരം കുറ്റകൃത്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിൻ്റെ നടപടി ഉണ്ടാകും. ഇപ്പോൾ ആലപ്പുഴയിലെ സംഭവമാണ് പുതുതായി ഏറ്റവും പ്രധാനമായും വന്നത്. ആ സംഭവത്തിൽ അപ്പോൾ തന്നെ SIT രൂപീകരിച്ച്, കോടതി പറഞ്ഞിട്ടില്ല, ഞങ്ങളല്ല, രാഷ്ട്രീയമായി ചെയ്തതല്ല, ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിന് ശേഷം SIT രൂപീകരിച്ച 2 വർഷം കാത്തിരുന്നു. ക്യാബിനറ്റ് തീരുമാനിച്ചു SIT രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ. അപ്പോൾ തന്നെ DGP SIT രൂപീകരിച്ചു. ആ SIT പ്രവർത്തിക്കുകയാണ്. ആ SITയുടെ പ്രവർത്തനം നടക്കട്ടെ, റിപ്പോർട്ട് കിട്ടട്ടെ. റിപ്പോർട്ട് കിട്ടിയാൽ റിപ്പോർട്ടിൻ്റെ ബേസിസിൽ ശക്തമായ നടപടി.
നിലവിലായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് കാര്യമുണ്ടോ എന്നതാണ് അവർ ചോദിക്കുന്നത്. അതായത് നിലവിലുള്ള അന്വേഷണ സംഘത്തിന് എന്തായാലും ADGPയുടെ ചുമതലയുള്ള ഒരു താഴ്ന്ന ഉദ്യോഗസ്ഥന് അത്തരത്തിലൊരു അന്വേഷണം നടത്താൻ സാധിക്കും. ഇപ്പോൾ എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റില്ലല്ലോ, കാരണം റിപ്പോർട്ട് വരാതെ എനിക്ക് പറയാൻ പറ്റും. പിന്നെ എന്നെ SIT രൂപീകരിച്ച് ഞാനങ്ങ് ചെയ്താൽ പോരെ, അതല്ലല്ലോ. അപ്പോൾ നമ്മൾ SIT രൂപീകരിച്ച് വ്യവസ്ഥാപിതമായ നിലയിലാണ് പോലീസ് പ്രവർത്തിക്കേണ്ടത്. ഞങ്ങൾ DGP ഒരു SIT രൂപീകരിച്ചു, അവരതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. അതൊരു ഫാക്ട് ഫൈൻഡിങ് ആണ്. ആ ഫാക്റ്റുകൾ പുറത്ത് വരട്ടെ, എന്താണ് എന്നുള്ളത് വസ്തുതകൾ റിപ്പോർട്ടിൽ ഉണ്ടാകുമല്ലോ. ആ റിപ്പോർട്ട് വരട്ടെ, വന്നിട്ട് റിപ്പോർട്ടിൻ്റെ ബേസിസിൽ ശക്തമായ നടപടി ഉണ്ടാകും. തീർച്ചയായിട്ടും അത് ഞങ്ങൾ അതെ തീർച്ചയായിട്ടും ക്രൈമിൻ്റെ നേച്ചറൊക്കെ മാറിപ്പോയല്ലോ. ഇപ്പം പഴയ പോലുള്ള ക്രൈം അല്ലല്ലോ. ഇപ്പം IT റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേക പരിശീലനവും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ചെയ്യും. ഞാൻ അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് സൈബർ ഡോം ആരംഭിച്ചത്. അതൊക്കെ നമ്മൾ ശക്തിപ്പെടുത്തും. അതുപോലെ തന്നെ പോലീസിൻ്റെ എണ്ണം കുറവാണ്, പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ അല്ലേ 1:9 ആണ് അല്ലേ. വേക്കൻസി ഇല്ലെങ്കിൽ തന്നെ വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ട് സർ. വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട്. അത് ഈ ഗവൺമെൻറ് ടേക്കപ്പ് ചെയ്യും. ഗവൺമെൻറ്റിൻ്റെ സമീപനം വളരെ വ്യക്തമാണ്. സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഏത് അതിക്രമത്തെയും ശക്തമായി നേരിടും. അതിനകത്ത് ആര് എന്ത് എന്നുള്ള പ്രശ്നമില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായുള്ള അതിക്രമങ്ങളെ ശക്തമായി നേരിടും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഈ ഗവൺമെൻറ്റും പോലീസും ഉറപ്പുവരുത്തും. അവിടെ കിടന്നോട്ടെ, ഇപ്പം കെട്ടി വലിച്ചോണ്ട് പോയില്ലേ. എനിക്ക് അതിനെപ്പറ്റി ഒന്ന് പറയാനുണ്ട്. 50 വർഷമായി നടക്കുന്ന ഒരു കേസാണ്. ഈ 50 വർഷമായി നടക്കുന്ന ഒരു കേസ്, അതിൽ തന്നെ 15 തവണ കോടതിയെ അവരെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. കഴിഞ്ഞ 10 വർഷമായി ഈ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശമാണ് ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ അവിടെ വെച്ച് അഡ്വക്കേറ്റ് കമ്മീഷൻ പോലീസിനെ വിളിക്കുകയാണ്, ഇമ്മീഡിയറ്റ് എവിക്റ്റ് ചെയ്യണം. ഞാൻ അന്നേരം ഫ്ലൈറ്റിലായിപ്പോയി. ഞാൻ ബാംഗ്ലൂരിൽ ഇറങ്ങിയപ്പോൾ ഞാൻ അന്നേരം DGPയോട് സംസാരിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിനെ വിഡ്രോ ചെയ്തു. കോടതിയുടെ സമ്മർദ്ദമാണ് അവരെ അതിലേക്ക്. അവരെ പോലീസ് അതിക്രമങ്ങളൊന്നും ചെയ്തില്ല. ഒരാൾ മേത്ത് പെട്രോൾ ഒഴിക്കാൻ വന്നപ്പോൾ ഫയർഫോഴ്സ് വെള്ളമടിച്ചപ്പോൾ ഈ സ്ത്രീകളൊക്കെ ഉരുണ്ട് വീഴുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, ഒരു കാരണവശാലും ആര് പറഞ്ഞാലും പോലീസ് അവരെ എവിക്റ്റ് ചെയ്യാനോ മറ്റു നടപടിക്കോ പോകരുത്. ഞങ്ങൾ കോടതിയെ സമീപിക്കുകയാണ്. റിലീഫിന് വേണ്ടി തിങ്കളാഴ്ച AGയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ റോജി M. ജോണിനെ മന്ത്രിയെ ചുമതലപ്പെടുത്തി. അദ്ദേഹം അവിടുത്തെ വിക്ടിംസുമായിട്ട് സംസാരിച്ചു. അത് പരിഹരിക്കാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഗവൺമെൻറ് ഇടപെടുന്നത്. ഞങ്ങളാരും ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു ഇത്രയും സംഭവം ഉണ്ടെന്നുള്ള കാര്യം. ഇന്നലെ പാറയ്ക്കൽ അബ്ദുള്ള ഒരു നിവേദനം നൽകി. ഞാനത് മേൽ നടപടി ഉണ്ടാകും. നോക്കട്ടെ, പരിശോധിച്ച് അത് പരാജയമാണ്. കാരണം അതിനകത്തുള്ളൊരു പ്രശ്നം, പണ്ടൊക്കെ SIമാർക്കായിരുന്നു സ്റ്റേഷൻ്റെ ചുമതല. അപ്പോൾ അവർ അഭിമാനപൂർവ്വം ഒരു SI അവിടെ സ്റ്റേഷനിൽ ജോലി ചെയ്യുക. CIയുടെ ജോലി എന്താ? 3-4 സ്റ്റേഷൻ്റെ നിരീക്ഷണമായിരുന്നു. അതും നഷ്ടപ്പെട്ടു. DYSPയുടെ ചുമതല എന്താണ്? 9ഓളം പോലീസ് സ്റ്റേഷനുകളുടെ നിയന്ത്രണമാണ്. അപ്പോൾ അത് പോലീസിങ്ങിൽ അത് കാര്യമായ ഗുണം ചെയ്തിട്ടില്ലെന്നാണ് ഞാനടക്കം പലരുടെയും വിലയിരുത്തൽ. എന്നാലും ഒരു പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്, നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പെട്ടെന്ന് തീരുമാനിക്കേണ്ടതല്ല. അത് ഒരു കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. ADGP ഹെഡ്ക്വാർട്ടേഴ്സ് ഒരു 5 അംഗ കമ്മിറ്റി DGP നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയ ശേഷം
പഠിച്ച് ഒരു തീരുമാനം. സൈബർ ക്രൈമുകളുടെ കാര്യത്തിൽ അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യം പറഞ്ഞു. പക്ഷേ അതേസമയം മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെയും പ്രബോധത്തിന് നേരെയുള്ള സൈബർ കേസുകൾ വരുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ സാധാരണക്കാരന്റെ കാര്യത്തിൽ നീണ്ടു പോകുന്ന ആക്ഷേപം ഇത്തവണയെങ്കിലും അത് മാറ്റം വരും. മന്ത്രിമാരും മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കന്മാരുടെയും കേസുകളിൽ കാണിക്കുന്ന ജാഗ്രത പാവപ്പെട്ടവർക്ക് കൂടി കാണിക്കണമെന്നല്ലയോ പറഞ്ഞത്. സാധാരണക്കാർ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് സൈബർ ക്രൈമിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും നീതി നൽകുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പൊതുനയം, പോലീസിൻ്റെ പൊതുനയമായ അതാണ് അത്. പക്ഷേ അതിനു വേണ്ടി അവർക്ക് പല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് ട്രെയിനിങ് ഉള്ള ഉദ്യോഗസ്ഥന്മാർ വേണ്ടി വരും. അത് കൂടി കൊടുത്താലേ അവർക്കത് പൂർണ്ണമായി ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യും. വാസ്തവത്തിൽ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള ആളുകളെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും കുടുംബകലഹങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളാണ്. സമൂഹത്തിൽ മതപരമായ ഭിന്നതകൾ ഉണ്ടാക്കുക, ആളുകളെ തമ്മിലടിപ്പിക്കുക, ഒരു കാര്യമില്ലാതെ കള്ളങ്ങളെ പ്രചരിപ്പിക്കുക, ആളുകളെ അപമാനിക്കുക, ഇതൊക്കെ ഇങ്ങനെയുള്ളവരുടെ പേരിൽ ശക്തമായ നടപടി ഉണ്ടാകും. സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യക്തികളെ ആക്ഷേപിക്കുന്ന ആളുകളുടെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പോലീസ് നടപടി ഉണ്ടാകും. ഒരു സംശയവും വേണ്ട. കേസിൻ്റെ കാര്യം അത് ഗവൺമെൻറ് ആലോചിച്ച് തീരുമാനിക്കും. സമയമുണ്ടല്ലോ. അവിടുത്തെ പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ അന്നത്തെ പോലീസ് അവിടെ വ്യാപകമായി കേസ് രജിസ്റ്റർ ചെയ്യും. അതിനകത്ത് അവിടുത്തെ ഭരണകക്ഷിയിൽ അന്നത്തെ ഭരണകക്ഷിയിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫോണുകൾ പിടിച്ചെടുക്കുകയും പിന്നീട് അതിനകത്ത് പിന്നെ പോലീസ് അവരുടെ എല്ലാം പേരിൽ അവരെ സ്ഥിരം കുറ്റമാണ്, അതായത് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ സ്ഥിരം കുറ്റവാളികളുടെ ലിസ്റ്റിൽ പെടുത്തുകയും അവരുടെ പേരിൽ നിരന്തരമായി കേസെടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഈ പയ്യന്നൂർ ഉൾപ്പെടുന്ന മേഖലകളിലാണ് ഇത് പ്രധാനമായിട്ടും ഉണ്ടായി. ഇതിനകത്ത് പോലീസ് ഒരു തരത്തിലുള്ള ഇടപെടൽ മാധ്യമപ്രവർത്തകരുടെ പരിഗണന പോലും അല്ലാതെ അവരെ ക്രിമിനൽ കുറ്റവാളികളായി ട്രീറ്റ് ചെയ്യുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഉള്ളത്. അതൊരു വ്യാപകമായ ഒരു പ്രതിഷേധത്തിന് കാരണം. ഈ പ്രശ്നത്തിൽ അത് പരിശോധിക്കാം. അല്ല, ആരും പരാതി നൽകിയായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ട്. ഏതായാലും ആ കാര്യം വിശദമായി പരിശോധിക്കാം. മാധ്യമപ്രവർത്തകർക്ക് അവരുടേതായ ഒരു അന്തസ്സും ആഭിജാത്യവും ഉണ്ട്. അവരെ പൊതുജനങ്ങളെ വിവരങ്ങൾ അറിയിക്കുന്നവരാണ്. അവർ നമ്മുടെ സമൂഹത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഭാഗമാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. അങ്ങനെ ഏതെങ്കിലും സംഭവം പയ്യന്നൂരിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ട്രാൻസ്ഫർ അതൊരു സെമി കോർട്ടല്ല. നമുക്ക് അതിനകത്ത് എന്താ അഭിപ്രായം പറയാം? അതൊരു കോടതി പോയി വാദിച്ചോട്ടെ. അങ്ങനെ നടക്കില്ല. ആരും ഭീഷണിക്കൊന്നും വേണമെന്നില്ല. തെറ്റായ ധാരണയൊന്നും വേണ്ട. ഒരു പാർട്ടിക്കാരും പോലീസുകാരെ ഭീഷണിപ്പെടുത്താൻ അനുവദിക്കത്തില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണിയുടെ പേരിൽ നടപടി ഉണ്ടാവും. അല്ല എന്തോ പോലീസിലെല്ലാവരും ഒരുപോലല്ല. ഞാൻ ഇന്നലെ യോഗത്തിലും പറഞ്ഞു, ഇപ്പോൾ ഭരണം മാറിയെന്ന് വിചാരിച്ച് മുഴുവൻ പോലീസും മാറുന്നത് അതേ പോലീസുകാർ തന്നെ ഇപ്പോഴും ഉള്ളത്. ഗവൺമെൻറ്റിൻ്റെ നയമാണ് പ്രധാനം, അല്ലേ? ഗവൺമെൻറ്റിൻ്റെ നയമാണ് പ്രധാനം. ഗവൺമെൻറ് എന്താണ് ആഗ്രഹിക്കുന്നത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് പോലീസും മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അത് ബാധകമാണ്. അതിന്ന് ഞാൻ ഉന്നയിച്ചൊരു വിഷയമാണ്. ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ഞാൻ സീനിയർ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞതാണ്, പോലീസ് സേനയിൽ ആത്മഹത്യ വർദ്ധിക്കുന്നു, തൊഴിലിടങ്ങളിലെ സമ്മർദ്ദമാണ് ഇതിന് കാരണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഫ്രീഡം കൊടുക്കാനും അവർക്ക് ജോലി ഭാരം ഉണ്ടാകാതിരിക്കാനും സമ്മർദ്ദം ഉണ്ടാകാതിരിക്കാനും പ്രത്യേക ശ്രദ്ധ വേണമെന്ന്
ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഞാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മളുടെ ട്രെയിനിങ്ങിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ. ആവശ്യമില്ലാതെ അവരെ ടെൻഷൻ ഉണ്ടാക്കിക്കുക, അവരെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുക, മറ്റു മാർഗമില്ലാതെ ആത്മഹത്യ ചെയ്യുക, അതുണ്ടാകരുത് എന്ന് പ്രത്യേക നിർദ്ദേശം കൊടുത്തു. ഈ ക്ലിഫ് ഹൗസിലേക്ക് പോകുന്ന വഴി ഉൾപ്പെടെ കുറെ ഗാർഡ് ഉദ്യോഗസ്ഥർ ഈ നീലത്ത് പഴയത്ത് കഴിഞ്ഞ കുറേ നാളായി നിൽക്കുന്നത് താമസം മാറുന്നതുകൊണ്ടാണ് അവിടെ അത് കൂടുതൽ വെക്കുകയാണ്. ചെറിയ കാര്യമല്ല. ഒറ്റ കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായിട്ട് രത്നം കേൽക്കർ വന്നതിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ബംഗാളിലെ സംഭവത്തിൽ രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു, പക്ഷേ കേരളത്തിലെ സ്ഥിതി മറിച്ചാവുന്നു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആര് വേണമെന്നുള്ളത് അദ്ദേഹമല്ലേ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ അധികാരമുണ്ട്. രത്തൻ കൽക്കർ നല്ല ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ കേരള ഗവൺമെൻറ് തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഗവൺമെൻറ്റാണ് അദ്ദേഹത്തെ ഇലക്ഷൻ കമ്മീഷനായിട്ട് പോസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തെ കേരള ഗവൺമെൻറ് തന്നെ തിരിച്ച് വിളിക്കാനുള്ള അധികാരമുണ്ട്. അതിനെന്താ കുഴപ്പമെന്താ? ബംഗാളിലെ കാര്യത്തിൽ മറിച്ചായിരുന്നല്ലോ കോൺഗ്രസിന്റെ നിലപാടുണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വിമർശിക്കുന്ന സാഹചര്യം രത്തൻ കൽക്കർക്കെതിരെ അത്ര യാതൊരു ആരോപണവും ഉയർന്നു വന്നിട്ടില്ല. ഇലക്ഷന് മുമ്പ് പിൻപോ രത്തൻ കൽക്കർക്കെതിരെ ഒരു ആരോപണവും ഉയർന്നു വന്നിട്ടില്ല. അദ്ദേഹം ഇലക്ഷനകത്ത് കുഴപ്പം ചെയ്തെന്നോ ഒന്നും വന്നിട്ടില്ല. ബംഗാളിൽ അതല്ല സ്ഥിതി. ബംഗാളിൽ SIRമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ പേരുകൾ നീക്കം ചെയ്തുവെന്നും സുപ്രീം കോടതി ഇടപെട്ട് 80 ലക്ഷം ആളുകളെ തിരിച്ചു വെക്കണമെന്നും ഒക്കെ നടത്തിയതിൻ്റെ പശ്ചാത്തലമാണ്. ഒരു മിനിറ്റ്. ഈ കേരളത്തിൽ അങ്ങനെ രത്തൻ കൽക്കർക്കെതിരെ ഒരു പരാതി ഉണ്ടായിട്ടില്ല. ഇല്ല അത് ഞങ്ങൾ ഉന്നയിച്ചു. അപ്പം തന്നെ അത് കറക്റ്റ് ചെയ്യുകയും ചെയ്തല്ലോ. സ്ട്രോങ് റൂം എന്തുകൊണ്ട് തുറക്കാൻ പാടില്ല, അവസാനം നിർദ്ദേശം കൊടുത്തല്ലോ ഒന്നും ചെയ്യേണ്ടത്. താങ്ക് യു വെരി മച്ച്.